Hi students, today we shall discuss some numerical problems related to parallel combination of resistors. So parallel connection ആയിട്ട് ബന്ധപ്പെട്ട problems നമ്മൾ solve ചെയ്യുന്നതിന് മുമ്പ് parallel connectionന്റെ salient features രണ്ട് മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഫസ്റ്റ് വൺ എന്താണ്? Potential difference across each resistor is same. Second one, current is different for each resistor. Third one, in parallel connection, equivalent resistance or total resistance is smaller than smallest resistance. Fourth one, in parallel connection, reciprocal of equal resistance is the sum of reciprocals of individual resistance. That is 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഈ നാല് silent features ഈ problems ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം. Okay. First question is, in the circuit diagram given in figure, suppose the resistors R1, R2 and R3 have the values 5 ohm, 10 ohm, 30 ohm respectively, which have been connected to a battery of 12 volt. Calculate the current through each resistor, the total current in the circuit and the total circuit resistance. ഒരു ഫിഗർ തന്നിട്ട് കുറച്ച് വാല്യൂസ് നൽകിയിട്ടുണ്ട്, എന്നിട്ട് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫിഗറിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കുക. 3 resistors R1, R2, R3. They are connected in parallel. There is a voltmeter, there is a battery, there is a key and there is an ammeter. എന്തൊക്കെ വാല്യൂസ് ആണ് നൽകിയിട്ടുള്ളത്? In the circuit diagram given in figure, suppose the resistors R1, R2 and R3 have the values 5 ohm, 10 ohm, 30 ohm respectively. അപ്പോൾ ഇവിടെ R1, R2, R3 ന്റെ ഈ 3 റെസിസ്റ്റേഴ്സിന്റെയും റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതിൽ R1 നൽകിയിട്ടുള്ളത് 5 ohm, R2 നൽകിയിട്ടുള്ളത് 10 ohm, R3 നൽകിയിട്ടുള്ളത് 30 ohm. പിന്നെ പറഞ്ഞുള്ളത് which have been connected to a battery of 12 volt. 12 volt ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ ഇത്രയും വാല്യൂസ് നൽകിയിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചുള്ളത്? കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അതായത് ഓരോ റെസിസ്റ്ററിൽ കൂടിയുള്ള കറന്റ് കാണാനാണ് പറഞ്ഞുള്ളത്. current through each resistor. ഓരോ റെസിസ്റ്ററിൽ കൂടെയുള്ള കറന്റ് കാണാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് R1 കൂടെയുള്ള കറന്റ്, R2 കൂടെയുള്ള കറന്റ്, R3 കൂടെയുള്ള കറന്റ് ഓരോന്നും കാണാം. അപ്പൊ ആദ്യം നമുക്ക് R1 കൂടെയുള്ള കറന്റ് കാണാം. കറന്റ് ത്രൂ R1. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം കറന്റ് കാണാൻ ഇക്വേഷൻ എന്താ? I is equal to V by R. I is equal to V by R ആണ്. ഇവിടെ R1 കൂടെയുള്ള കറന്റ് കാണാൻ പറയുന്നത്. R1 കൂടെയുള്ള കറന്റ് നമുക്ക് I1 കൊടുക്കാം. R1 കൂടെയുള്ള കറന്റ് I1 കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ V വോൾട്ടേജ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് നൽകിയിട്ടുണ്ട് 12 വോൾട്ട് ആണ്. അതിവിടെ എഴുതി ബൈ R. ഇവിടെ റെസിസ്റ്റൻസ് തന്നാൽ R1 കൂടെയുള്ള കറന്റ് ആണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് തന്നാൽ R1 ആണ്. R1. R1 എത്രയാണ്? 5. ഇത്രയാണ് എടുത്തത്. അപ്പൊ 12/5 എന്ന് പറഞ്ഞാല് 2.4 ഇത്രയും ആംപിയർ. ഇതാണ് R1 ക്കുള്ള കറന്റിന്റെ വാല്യൂ, 2.4 ആംപിയർ. ഇനി R2 ക്കുള്ള കറന്റ് കാണാം. കറന്റ് ത്രൂ R2. അപ്പൊ R2 ക്കുള്ള കറന്റ് I2 ആയിട്ട് കാണാം നമുക്ക്. അങ്ങനെ വരുമ്പോ ഓംസ് ലോ പ്രകാരം I തന്നെ V by R ആണ്. അപ്പൊ ഇവിടെ V വോൾട്ടേജ്, R റെസിസ്റ്റൻസ് എന്നാൽ ഇവിടെ R2 ആണ്. അപ്പൊ ഇവിടെ R2 ഈക്വൽസ് V എന്ന് പറഞ്ഞാൽ 12 by R2. R2 നൽകിയിട്ടുണ്ട് 10 ohm. അതായത് 12/10 എന്ന് പറഞ്ഞാൽ 1.2. കറന്റ് ആണ്, കറന്റിന്റെ യൂണിറ്റ് ആംപിയർ. അപ്പൊ R2 ക്കുള്ള കറന്റ് നമുക്ക് കിട്ടി. I2 എന്ന് പറഞ്ഞാൽ 1.2. ഇനി R3 ക്കുള്ള കറന്റ് കാണാം. അപ്പൊ R3 ക്കുള്ള കറന്റ് I3 ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ ഓംസ് ലോ പ്രകാരം I തന്നെ V by R. അപ്പോൾ ഇവിടെ V വോൾട്ടേജ് R റെസിസ്റ്റൻസ് ആണ്, അതായത് R3 ക്കുള്ള കറണ്ട് റെസിസ്റ്റൻസ് R3 ആണ്. അപ്പോൾ V by R3, അതായത് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 by R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. 21 by 30 എന്ന് പറഞ്ഞാൽ 12 30 പോല 0.120 4 times. ഇവിടുത്തെ കറന്റ് I3 എന്ന് പറഞ്ഞാൽ 0.4 ആംപിയർ. ഈ പ്രോബ്ലത്തില് ആദ്യത്തെ ചോദ്യം കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആണ്. R1ലൂടെയും R2ലൂടെയും R3ലൂടെയും കടന്നു പോകുന്ന കറന്റ് കാണാനാണ് പറ്റിട്ടുള്ളത്. അപ്പൊ R1ൽ കൂടെ പോകുന്ന കറന്റ് എന്ന് പറഞ്ഞാൽ കറന്റ് ത്രൂ R1 I1 is equal to R1. ഇപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് 2.4 ആംപിയർ കിട്ടി. അതുപോലെ കറന്റ് ത്രൂ R2 ലുള്ള കറന്റ് നമുക്ക് I is equal to V by R2 1.2 ആംപിയർ കിട്ടി. അതുപോലെ കറന്റ് ത്രൂ R3 I3 is equal to V by R3 is equal to 0.4 ആംപിയർ കിട്ടി. ഇവിടെ V എല്ലാ സ്ഥലത്തും കോമൺ ആയി വന്നു. എന്താ കാരണം? സർക്യൂട്ടിലെ വോൾട്ടേജ് 12 വോൾട്ട് ആണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്താണ്? എല്ലാ റെസിസ്റ്ററിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. അപ്പൊ R1ന്റെയും R2ന്റെയും R3ന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് സെയിം ആണ്, അതായത് V ആണ്. അതാണ് ഇവിടെ സ്ഥിരമായി കാണുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനില് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, കാൽക്കുലേറ്റ് കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഇനി അതിലുള്ളത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ കറന്റ് ഇൻ സർക്യൂട്ട്. സർക്യൂട്ടിലെ ടോട്ടൽ കറന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ R1ലൂടെയും R2ലൂടെയും R3ലൂടെയും സെപ്പറേറ്റ് കറന്റ് കടന്നു പോകുന്നത് ഈ 3 കറന്റും ടോട്ടൽ ചെയ്താൽ സം ചെയ്താൽ കിട്ടുന്നതാണ് ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറന്റ്. അതായത് R1ലൂടെ കടന്നു പോകുന്ന കറന്റ് I1 ആണ്, R2ലൂടെ കടന്നു പോകുന്ന കറന്റ് I2 ആണ്, R3ലൂടെ കടന്നു പോകുന്ന കറന്റ് I3 ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ കറന്റ് I1 പ്ലസ് I2 പ്ലസ് I3 അല്ലെങ്കിൽ ടോട്ടൽ കറന്റ് I. അപ്പൊ ഇതൊന്ന് വായിക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ടോട്ടൽ കറന്റ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ I is equal to I1 പ്ലസ് I2 പ്ലസ് I3. ഇവിടെ I1 2.4 ആണ്, പ്ലസ് I2 1.2 ആണ്, പ്ലസ് I3 തന്നെ 0.4 ആണ്. അതായത് 2.4 പ്ലസ് 1.2 പ്ലസ് 0.4 എത്രയാണ്? 4 ആംപിയർ. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ കറന്റ്. അപ്പോ പാരലൽ കണക്ഷനിലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ സെയിം. അതാണ് നേരത്തെ പറഞ്ഞ ഈ സെയിം ആയി വരാൻ കാരണം. അതേസമയം കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെന്റ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ്. ഇപ്പൊ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കാണാൻ പറ്റുന്നത്. സർക്യൂട്ടിലെ 3 റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2 R3. അപ്പൊ ഇത് 3ഉം സർക്യൂട്ട് ഉണ്ടാക്കുന്ന ആകെ റെസിസ്റ്റൻസ് ആണ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വായിക്കാം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കാണാൻ പറ്റുന്നത്. 2 തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ട്, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. ഇവിടെ എങ്ങനെയാണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. ഈ പാരലൽ കോമ്പിനേഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഗിവൻ ബൈ 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. 3 റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് ഇതുവരെ എത്തി. 4 5 ഉണ്ടെങ്കിൽ വീണ്ടും പ്ലസ് 1 by R4 plus 1 by R5 അങ്ങനെ പോകും. ഇവിടെ 1 by R1 ആയിട്ട് വന്നിട്ടുണ്ട്, 5 ഓം ആണ്, പ്ലസ് 1 by R2 10 ഓം ആണ്, പ്ലസ് 1 by R3 നമുക്ക് തന്നിട്ടുള്ളത് 30 ആണ്. ഈക്വൽസ് ഇതില് കോമൺ ആയിട്ട് നമുക്ക് 30 എടുക്കുക. 30 1 by 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 6 കിട്ടും. ഇവിടുത്തെ ചിഹ്നം പ്ലസ്, പിന്നെ 30 1 by 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 3 കിട്ടും. ഇവിടുത്തെ ചിഹ്നം പ്ലസ്, പിന്നെ 30 1 by 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അതായത് 6 plus 3 plus 1 അതായത് 10 by 30. ഇത് 1 by R. Therefore R is equal to തിരിച്ചിടാം 30 by 10 3 times ഇത്രയും ഓംസ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്
3 ohm ആണ്. അതായത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും എന്താവുക കുറേ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ പാരലൽ കണക്ഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് ഓർ ഇക്വിവലന്റ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് 5 ohm 10 ohm 30 ohm ആണ്. അപ്പൊ നമുക്ക് ഇത് പാരലൽ കണക്ട് ചെയ്തപ്പോൾ ഏറ്റവും കുറവുള്ളത് 5 ohm ആണ്. അതിനേക്കാൾ കുറവാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ. Our second question, if in figure R1 is equal to 10 ohm, R2 is equal to 40 ohm, R3 is equal to 30 ohm, R4 is equal to 20 ohm, R5 is equal to 60 ohm, and a 12 volt battery is connected to the arrangement. Calculate total resistance in the circuit and the total current flowing in the circuit. Now, figure തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ കുറച്ച് വാല്യൂസ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് രണ്ട് ക്വസ്റ്റ്യനും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആദ്യ ഫിഗർ നോക്കുക. R1 R2 രണ്ട് റെസിസ്റ്റേഴ്സിന്റെ ഇവിടെ R3 R4 R5 വേറെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രണ്ടെണ്ണം ഇവിടെ പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ മൂന്നെണ്ണം വേറെ പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നു. ബാറ്ററി ഉണ്ട്, കീ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്. ഇതിൽ നൽകിയിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഈ ഇൻ ഫിഗർ R1 is equal to 10 ohm. R1 തന്നിട്ടുണ്ട് 10 ohm. R2 is equal to 40 ohm. R2 നൽകിയിട്ടുണ്ട് 40 ohm. പിന്നെ R3 നൽകിയിട്ടുണ്ട് 30 ohm. പിന്നെ R4 20 ohm. പിന്നെ R5 60 ohm. And 12 volt battery. അപ്പോൾ ഇവിടെ ബാറ്ററി 12 വോൾട്ട് ആണ്. അതായത് ഇവിടുത്തെ വോൾട്ടേജ്. അപ്പൊ ഇത്രയും വാല്യൂസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. അതിൽ ആദ്യത്തെ സപ്പോസിഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിക്കുന്നത്. അപ്പോ there are 5 resistors in the circuit. R1 R2 are connected in parallel, R3 R4 and R5 are connected in parallel. അപ്പൊ ഇത് 5 ഒന്നിച്ചിട്ടല്ല പാരലൽ കണക്ട് ചെയ്തിട്ടുള്ളത്. 2 എണ്ണം വേറെ പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നു, 3 എണ്ണം വേറെ പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോ R1 R2 പാരലൽ കണക്ട് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആദ്യം കാണണം. അതേപോലെ R3 R4 R5 തമ്മിൽ കണക്ട് ചെയ്താൽ പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. എന്നിട്ട് ഈ രണ്ടും സം ചെയ്താൽ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്, സർക്യൂട്ടിലെ നെറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ ആദ്യം R1 R2 ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് R1 and R2 are in parallel. അപ്പൊ ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 1/R is equal to 1/R1 plus 1/R2. പാരലൽ കണക്ട് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ 1/R is equal to 1/R1 plus 1/R2 plus അങ്ങനെ പോവാ. ഇവിടെ രണ്ടെണ്ണം ഉള്ളൂ, അതുകൊണ്ട് 1/R1 plus 1/R2. 1/R1 R1 എത്രയാണ് 10 plus 1/R2 R2 എത്രയാണ് 40. അപ്പൊ ഇതില് 40 കോമൺ ആയിട്ട് എടുക്കുക, ഇതില് 40 കോമൺ ആയിട്ട് എടുക്കുക. എന്നിട്ട് 40 കൊണ്ട് ആദ്യം 1/10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ഇതിനോട് ചിഹ്നം പ്ലസ്, പിന്നെ 1/40 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. അതായത് 4 + 1 5/40. അപ്പൊ therefore R is equal to തിരിച്ചിടാം 40/5, അതായത് 8 ohm. ഇതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇനി R3 R4 R5 ഇവിടെ സർക്യൂട്ട് ഉണ്ടാക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. അപ്പൊ R1 R2 പാരലൽ കണക്ട് ചെയ്തിരിക്കുന്നത് R1 R2 are in parallel. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് is given by 1/R is equal to 1/R1 plus 1/R2. അങ്ങനെ നമുക്ക് വാല്യൂ അവസാനം ടോട്ടൽ റെസിസ്റ്റൻസ് 8 ohm കിട്ടി. ഇനി R3 R4 R5 ഇതും പാരലൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. R3 R4 and R5 are in parallel. Then
But the total resistance is given by 1 by R is equal to 1 by R3. 1 by R4 plus 1 by R5. But the total resistance 1 by R is equal to 1 by R3 plus 1 by R4 plus 1 by R5 ആണ്. കാരണം R1 R2 അല്ല. but the resistance R3 R4 R5 ആണ്. അതാണ് ഇവിടെ എഴുതാൻ കാരണം. Equals 1 by R3. R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്. Plus 1 by R4. R4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. Plus 1 by R5. but R5 60 ആണ്. ഇവിടുത്തെ കോമൺ ആയിട്ട് നമുക്ക് 60 എടുക്കാം. 60 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. അതായത് 6/60. ഇതാണ് 1 by R. Therefore R is equal to തിരിച്ചിടാം 60/6. 60 6 എത്ര പ്രാവശ്യം 10 times. അപ്പൊ ഇത്രയും ഓം ആണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർന്നും ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ആർന്നും കൊടുക്കുന്ന പ്രയാസമാണ്. അപ്പൊ തിരിച്ചറിയാൻ വേണ്ടി ഇത് നമുക്ക് RA എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് RB എന്ന് കൊടുക്കാം. ഇവിടെ RB എന്ന് കൊടുക്കാം. അപ്പോ R1 R2 സർക്കിൾ ഉണ്ടാക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് 8 ഓം. R3 R4 R5 സർക്കിൾ ഉണ്ടാക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് 10 ഓം. ഇനി സർക്കിളിൽ ആകെ റെസിസ്റ്റൻസ് എത്ര ചോദിച്ചു കഴിഞ്ഞാല് ഇത് മൊത്തം ഈ സർക്കിൾ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന 8 ഓമും ഈ ഉണ്ടാക്കുന്ന 10 ഓമും ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇപ്പൊ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടത് R1 R2 സർക്കിൾ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസും അതേപോലെ തന്നെ R3 R4 R5 ഇത് മൂന്നും സർക്കിൾ റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ ഇത് മൊത്തം സർക്കിൾ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതെങ്ങനെ കാണാം? ഇത് മായ്ക്കാം. Therefore total resistance R is equal to total resistance കാണണം. ഇവിടെ R1 R2 സർക്കിൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് 8 ഓം ആണ്. പ്ലസ് R3 R4 R5 സർക്കിൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് 10 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് സർക്കിളിലെ മൊത്തം റെസിസ്റ്റൻസ്. അതായത് 8 + 10 18 ഓം. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട്. ഓക്കെ. ഇനി ഇതില് ഈ ക്വസ്റ്റ്യനില് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ടോട്ടൽ കറന്റ് ഫ്ലോ ഇൻ ദി സർക്യൂട്ട്. സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറന്റ്, ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറന്റ് അവിടെ കാണാൻ പറ്റുള്ളൂ. ഇത് വായിക്കാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ടോട്ടൽ കറന്റ്. ഇനി സർക്യൂട്ടിലെ ടോട്ടൽ കറന്റ് കാണണം. ഓംസ് ലോ പ്രകാരം കറന്റ് കാണുന്ന ഇക്വേഷൻ I is equal to V/R. V വോൾട്ടേജ്, R റെസിസ്റ്റൻസ് ആണ്. V നമുക്കുണ്ട്. This arrangement is connected to a 12 volt battery എന്ന് അറിയിക്കുന്നു. അപ്പൊ V 12 ആണ് നേരത്തെ തന്നതാണ്. by R. R എന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് ആണ്. ഏത് റെസിസ്റ്റൻസ് ആണ്? R1 R2 R3 ആണല്ല, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. കാരണം സർക്യൂട്ടിലെ ടോട്ടൽ കറന്റ് കാണാൻ പറ്റില്ല. അപ്പൊ സർക്യൂട്ടിലെ ടോട്ടൽ കറന്റ് ആണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 18. 12/18. 12/18 പോവില്ല. 120 18 6 times. വീണ്ടും 12 ഉണ്ടാവും. 120 വീണ്ടും 6 ടൈം, വീണ്ടും 6 ഇങ്ങനെ പോകും. നമുക്ക് ലാസ്റ്റ് 600 7 ആക്കാം. അങ്ങനെ ഇത്രയും ആംബിയർ. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ കറന്റ്. ഓക്കെ. Our third question, judge the equivalent resistance when the following are connected in parallel. A 1 ohm and 10⁻⁶ ohm. B 1 ohm and 10⁻³ ohm and 10⁻⁶ ohm. അതായത് താഴെ കുറച്ച് വാല്യൂസ് നൽകിയിട്ടുണ്ട്, അതായത് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ജഡ്ജ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോ സാധാരണ നമ്മളെ കാൽക്കുലേറ്റ് ചെയ്ത് കാണണമെന്നില്ല, അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം പറഞ്ഞെന്താ? ജഡ്ജ് ഇക്വലന്റ് റെസിസ്റ്റൻസ് when the following are connected in parallel. A
അതിലൊന്നില് 1 ohm നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ 10⁶ ohm നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഇത് R1 ആണ്, ഇത് R2 എന്താ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനില്, അതായത് ബിയില് 1 ohm റെസിസ്റ്റൻസ് 1 ohm നൽകിയിട്ടുണ്ട്, അതുപോലെ 10⁻³ ohm നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ 10⁻⁶ ohm നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ R2 കൊടുത്ത സ്ഥിതിക്ക് R3, ഇത് R4, ഇത് R5 കണക്കാക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ജഡ്ജ് ഈക്വൽ റെസിസ്റ്റൻസ്, അതായത് 1 ohm 10⁻⁶ ohm പാരലൽ കണക്ട് ചെയ്താൽ ഇവിടുത്തെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണെന്നും, അതേപോലെ 1 ohm 10⁻³ ohm 10⁻⁶ ohm 3 റെസിസ്റ്റൻസ് ഉള്ള 3 റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കണം. അപ്പോ ആദ്യത്തെ നോക്കിയാൽ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? 1 ohm ഉണ്ട്, 10⁻⁶ ohm ഉണ്ട്. അപ്പൊ ഇത് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഈക്വൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യാനാണ് പറയുന്നത്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. എങ്ങനെ? യു ഹാവ് ആൾറെഡി ലേൺ ദാറ്റ് ഇൻ പാരലൽ കണക്ഷൻ ഈക്വൽ റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. അതായത് പാരലൽ കണക്ഷനില് സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഏതാണോ അതിനേക്കാളും സ്മോൾ ആയിരിക്കും ഇവിടുത്തെ ഈക്വൽ റെസിസ്റ്റൻസ്. അപ്പോ ഇവിടെ 2 റെസിസ്റ്റൻസ് ഉള്ളത്, 1 ohm ഉണ്ട്, 10⁻⁶ ohm ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? സ്മോൾ ഏതാ? 1 ohm ആണ്. അപ്പൊ ഇത് രണ്ടും പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ 1 ohമിനേക്കാളും ചെറുതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ്. ഈക്വൽ റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. അപ്പോ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 ohm. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ 1 ohm. ഇനി ഇവിടുത്തെ കേസ് എങ്ങനെയാണ്? ഇവിടെ 1 ohm ഉണ്ട്, 10⁻³ ohm ഉണ്ട്, 10⁻⁶ ohm ഉണ്ട്. ഈ 3 റെസിസ്റ്റേഴ്സും പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ജഡ്ജ് ചെയ്യണം. നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. പാരലൽ കണക്ഷനിൽ എന്താണ് പ്രത്യേകത? ഈക്വൽ റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. ഇപ്പൊ ഇവിടുത്തെ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഏതാണ്? 1 ohm ആണ്. അപ്പൊ ഈ 3 ഇവിടെ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആയ 1 ohമിനേക്കാളും ചെറുതായിരിക്കും ഇവിടുത്തെ ഈക്വൽ റെസിസ്റ്റൻസ്. അപ്പൊ ഹിയർ ഈക്വൽ റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ 1 ohm. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ. Our fourth question. What is A, the highest, B, the lowest total resistance that can be secured by the combination of 4 coils of resistance 4 ohm, 8 ohm, 12 ohm, 24 ohm? What is highest, the lowest total resistance? ഇതില് 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് highest total resistance കാണണം, മറ്റൊന്ന് lowest total resistance കാണണം. എങ്ങനെ? 4 കോയിൽ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് 4 ohm ഉണ്ട്, 8 ohm ഉണ്ട്, 12 ohm ഉണ്ട്, 24 ohm ഉണ്ട്. ഇങ്ങനെ 4 റെസിസ്റ്റൻസ് ഉള്ള കോയിൽസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഹയസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസും അതേപോലെ തന്നെ ലോവസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ വാല്യൂസ് എന്തൊക്കെയാണ് അത് എഴുതാം. 4 ohm ഉണ്ട്, പിന്നെ 8 ohm, 12 ohm, 24 ohm. ഇങ്ങനെ 4 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ നമുക്ക് R1 നോക്കുക, ഇത് R2, ഇത് R3, ഇത് R4. അപ്പൊ 4 വാല്യൂസ് നൽകി. R1 4 ohm, R2 8 ohm, R3 12 ohm, R4 24 ohm. ഇനി ഇവിടെ ചോദിച്ചുള്ളത് ഒരു ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഹൈയസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഈ 4 കൂടിയും സർക്യൂട്ടില് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഹൈയസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഹൈയസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്കറിയാം റെസിസ്റ്റേഴ്സ് ആയാലും കോയിൽസ് ആയാലും അല്ലെങ്കിൽ ഡിവൈസസ് സർക്യൂട്ടിൽ 2 രീതിയിൽ കമ്പൈൻ ചെയ്യുക. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഇതിൽ ഹൈയസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കമ്പൈൻ ചെയ്യണം? സീരീസ് ആയി കണക്ട് ചെയ്യണം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻ സീരീസ് കണക്ഷൻ ഈക്വൽ റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ലാർജർ ദാൻ ലാർജസ്റ്റ് റെസിസ്റ്റൻസ്. അതായത് ഇതില് 4 ലാർജസ്റ്റ് റെസിസ്റ്റൻസ് 24 ആണ്,
ഇതിനേക്കാൾ ലാർജർ ആയിരിക്കും സീരീസ് കണക്ഷനുള്ള ഇക്വൽ റെസിസ്റ്റൻസ്. അതേസമയം പാരലൽ കണക്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റെസിസ്റ്റൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇക്വൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. സീരീസ് കണക്ഷനില് ഇക്വൽ റെസിസ്റ്റൻസ് ഹയർ ദാൻ ഹൈയസ്റ്റ് റെസിസ്റ്റൻസ്. പാരലൽ കണക്ഷനില് ഇക്വൽ റെസിസ്റ്റൻസ് സ്മോളർ ദാൻ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ്. അപ്പൊ സർക്യൂട്ടില് റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ ഫോർ ഇൻക്രീസ് റെസിസ്റ്റൻസ് resistors should be connected in series, and for decreased resistance resistors should be connected in parallel. Now highest total resistance കിട്ടണമെങ്കിൽ in order to get highest resistance resistors should be or coils should be connected in series. അപ്പോൾ സീരീസ് കണക്ട് ചെയ്തിരിന്നാൽ ഇവിടെ കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്നാൽ R is equal to R1 plus R2 plus R3 plus R4 is equal to R1 4 ആണ് plus R2 8 plus R3 12 plus R4 24. 4 plus 8 plus 12 plus 24 return 48. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ. അതായത് അപ്പൊ ഈ 4 റെസിസ്റ്റൻസും കണക്ട് ചെയ്താൽ കമ്പൈൻ ചെയ്താൽ കിട്ടാവുന്ന മാക്സിമം ഹൈയസ്റ്റ് റെസിസ്റ്റൻസ് ആണ് 48 ഓം ആണ്. അതെങ്ങനെ കിട്ടാം? സീരീസ് ആയി കമ്പൈൻ ചെയ്തില്ല. ഇനി അടുത്ത സപ്പോസ് എന്താണ്? വാട്ട് ഈസ് ദ ലോവസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ്? ഇനി ഇത് 4 കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് എത്ര കിട്ടുന്നത്? ലോവസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കമ്പൈൻ ചെയ്താൽ കിട്ടുക? പാരലൽ കമ്പൈൻ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ ഇൻ ഓർഡർ ടു ഗെറ്റ് ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട് resistors or devices should be connected in parallel. So second question, lowest total resistance. In parallel connection, total resistance is given by 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4 is equal to. Then, in order to get lowest resistance in the circuit, coils should be connected in parallel. In parallel connection, total resistance is given by 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4. So 1 by R1, R1 എത്രയാണ്? 4 plus 1 by R2 8 plus 1 by R3 12 plus 1 by R4 24. That 24 common എടുക്കുക. എന്നിട്ട് 24 ഈ ഓരോ സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 24 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 കിട്ടും. ഇവിടുത്തെ ചിഹ്നം പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 24 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും. ഇവിടുത്തെ ചിഹ്നം പ്ലസ് 24 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. പ്ലസ് 24 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. അപ്പോൾ 6 plus 3 plus 2 plus 1 എത്ര കിട്ടുക? 12 by 24. ഇതാണ് 1 by R. Therefore, R is equal to R തിരിച്ചിടുമ്പോൾ അതേപോലെ ഇതും തിരിച്ചിടാം. 24 by 12. 24 12 പ്രാവശ്യം പോകും 2 times. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് 2 ഓം. ഇതാണ് ആൻസർ. അപ്പോൾ ഈ 4 കോയിൽസും പാരലൽ കണക്ട് ചെയ്തതിനാലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് കിട്ടുക. അത് 2 ഓം ആണ്. അതേസമയത്ത് ഈ 4 കോയിൽസും സീരീസ് കണക്ട് ചെയ്തതിനാല് നമുക്ക് ഏറ്റവും കൂടിയ ഹൈയസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. അതിവിടെ 48 ഓം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് 4 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. ഇനിയും കുറെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാ പ്രോബ്ലംസും കൂടി സോൾവ് ചെയ്തിട്ട് വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ആവാനൊക്കെ താമസമുണ്ട്. നിങ്ങൾക്കും അതേപോലെ കാണാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് 2 വീഡിയോ 2 or 3 വീഡിയോ ആയിട്ടാണ് പ്രോബ്ലംസ് നമ്മള് ഇവിടെ വീഡിയോ ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ 4 പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. 2 പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ട് തരാം. അടുത്ത വീഡിയോയിൽ ഇതേപോലെ 4-5 പ്രോബ്ലംസ് സോൾവ് ചെയ്യും. 2 or 3 പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. Okay.